ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 14-ാം തിരുവചനം. അവൻ ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. പിശാച് പുറത്തു പോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. സംസാരിക്കാൻ കഴിയാത്ത വിധം തൻ്റെ നാക്കുകളെ ബന്ധിച്ചിരിക്കുന്ന ഒരു പിശാച്. ആ പിശാച് തന്നെ ഊമനാക്കുക മാത്രമായിരുന്നില്ല ചെയ്തിട്ടുള്ളത്, തന്നെ കൊണ്ട് പൈശാചിക പ്രവൃത്തികളും ചെയ്യിക്കുന്നു. ഒരു സാധാരണ ഊമനായിരുന്നു എങ്കിൽ തൻ്റെ നാക്കിൻ്റെ ബന്ധനം യേശുവിന് അഴിച്ചാൽ മാത്രം മതിയായിരുന്നു. എന്നാൽ തന്നിൽ കുടികൊള്ളുന്ന ദുഷ്ടാത്മാവിൻ്റെ ചെയ്തികൾ തന്നെ ഒരു പിശാച് ബാധിതനായി നാട്ടുകാർ മുദ്ര കുത്തുന്ന വിധം ആയിരിക്കുന്നു. സംസാരിക്കാൻ സാധിക്കുമായിരുന്ന തനിക്ക് തന്നിൽ കുടിയേറിയ ദുഷ്ടാത്മാവിൻ്റെ പ്രേരണയാൽ തൻ്റെ സംസാരശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. തൻ്റെ വീട്ടുകാരോട്, തൻ്റെ ബന്ധുമിത്രാദികളോട്, എന്തിനധികം തന്നെ വളരെയധികം സ്നേഹിച്ചിരുന്ന തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർക്ക് താൻ ഇന്ന് വെറുക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. തന്നിൽ കുടിയേറിയ പിശാചിൻ്റെ പ്രവൃത്തികളാൽ താൻ അവരിൽ നിന്നെല്ലാം അകലപ്പെട്ടിരിക്കുന്നു, ദൂരത്തായിരിക്കുന്നു. തന്നെ ഒന്ന് വന്ന് കാണുവാനോ ഒന്ന് തന്നെ ആശ്വസിപ്പിക്കുവാനോ താൻ കടന്നു പോകുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ തന്നോടൊന്ന് അനുകമ്പ തോന്നി തന്നെ ഒന്ന് കരുതുവാനോ ആരും തൻ്റെ അടുത്തു വരാത്ത വിധം തന്നിൽ കുടിയേറിയ പിശാച് തന്നെ ഉപദ്രവിക്കുന്നു. ഇന്നൊരു പക്ഷേ നമ്മുടെ ഇടയിലും ഉണ്ടാകാമല്ലേ ഇങ്ങനെയുള്ള ചില ആളുകൾ. പിതാവാം ദൈവത്തിൻ്റേതായിരുന്ന ഒരു മകൻ, ഒരു മകൾ, ഒരു കുടുംബത്തിലെ താങ്ങും തണലുമായിരുന്ന ആ മകൻ അല്ലെങ്കിൽ ആ മകൾ ജീവിത സാഹചര്യങ്ങളുടെ നിലയില്ലാ കയത്തിൽ മുങ്ങി താണുകൊണ്ടിരിക്കുന്നവർ. ഒരുപക്ഷെ പിശാച് എന്ന ദുഷ്ടശക്തിയായി വിശേഷിപ്പിക്കുവാൻ സാധിക്കുകയില്ല എങ്കിലും ജീവിതത്തിൽ വന്നുപോയ പാളിച്ചകളാൽ മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട്, നിരാശ എന്ന പിശാചിനടിമപ്പെട്ടവർ, മയക്കമരുന്ന് എന്ന വ്യാളിയാൽ കഷ്ടപ്പെടുന്ന പൊന്നോമന മകനെ, മകളെ കാണുവാൻ ഇടവരുന്ന മാതാപിതാക്കൾ, മദ്യമെന്ന പിശാചിനടിമപ്പെട്ട ഭർത്താവ്, അവരാൽ ദുഃഖിക്കുന്ന അവരുടെ ഭാര്യ, മദ്യത്തിനടിമപ്പെട്ട മകൻ്റെ ദുഷ്ടചെയ്തികളാൽ കണ്ണീരൊഴുക്കുവാൻ വിധിക്കപ്പെട്ട അമ്മമാർ, അങ്ങനെ മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്ന, നശിപ്പിക്കുന്ന ന്യൂ ജൻ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ അന്നത്തെ പോലെ ഇന്ന് നമുക്കും യേശുവിൽ ആശ്രയിക്കാം. ആ മകനിൽ, ആ മകളിൽ, ആ ഭർത്താവിൽ കുടികൊള്ളേണ്ട പരിശുദ്ധാത്മാവിനെ തിരിച്ച് ആ മകനിലേക്ക്, ആ മകളിലേക്ക് ഏൽപ്പിക്കുവാൻ, സകല ദുഷ്ടാത്മാക്കളെയും കീഴ്പ്പെടുത്തുവാൻ ശക്തനായ യേശുവിൻ്റെ മധ്യസ്ഥതയിൽ ആ മകനെ, ആ മകളെ, ആ ഭർത്താവിനെ നമ്മുടെ കണ്ണുനീരോടുകൂടിയുള്ള സമർപ്പണ പ്രാർത്ഥനയിൽ നമ്മുടെ ഏകരക്ഷകനായ യേശു ആ വ്യക്തിയിൽ നിന്നും അവനെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന ദുഷ്ടാത്മാവിനെ പുറത്താക്കി തൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവാം ദൈവത്തെ ധാരാളമായി ആ വ്യക്തിയിൽ നിറയ്ക്കുവാൻ കാത്തിരിപ്പിൻ്റെ ഈ ദിവസങ്ങളിൽ നമുക്ക് പരിശുദ്ധാത്മാവാം ദൈവത്തിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.